Hello all, welcome to the chapter wise solutions of 2025 JE Main Session 1. നമ്മൾ 3 സബ്ജക്റ്റിലെയും എല്ലാ ക്വസ്റ്റ്യൻസും ചാപ്റ്റർ വൈസ് ആയിട്ട് സോൾവ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് 3 പ്ലേലിസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് ഈ വർഷം JE എഴുതുന്നവരും അടുത്ത വർഷം JE എഴുതാൻ പോകുന്ന കുട്ടികളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് JE എഴുതാൻ പോകുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. യൂണിറ്റ്സ്, ഡയമെൻഷൻസ് ആൻഡ് എറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിൽ യൂഷ്വലി ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് JE മെയിന് വരാറുള്ളത്. അത് ഒരു എക്സാമിൽ മേ ബി മാക്സിമം പോയ 2 ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഓക്കെ, ആ മാക്സിമം 2 ക്വസ്റ്റ്യൻസിൽ ഒന്ന് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതും ഒന്ന് മേ ബി കുറച്ചൊരു എബവ് ആവറേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ യൂഷ്വലി കാണാറുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് ഡെൻസിറ്റി ഓഫ് എ വയർ ഇസ് ഗിവൺ ആസ് എത്രയാണെന്ന ചോദ്യം. അതിന് വേണ്ട ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെൻസിറ്റിയിലുള്ള മാക്സിമം പെർസെൻറ്റേജ് എറർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസ് ബൈ വോളിയം ആണ്. ഇനി എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് മാസ് ഓൾറെഡി തന്നിട്ടുണ്ട് 0.6 പ്ലസ് ഓർ മൈനസ് 0.003 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ദ വയർ തന്നിട്ടുണ്ട് 0.5 പ്ലസ് ഓർ മൈനസ് 0.01 എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും സെന്റിമീറ്റർ ആണ്. ആൻഡ് ഫൈനലി ലെങ്ത് ഓഫ് ദ വയറും തന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. പകരം വേണ്ട ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്. 0.05 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മുടെ എറർ പ്രിൻസിപ്പിൾ പ്രകാരം ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ ആവട്ടെ, നമുക്ക് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ ആക്ച്വലി എളുപ്പമാണ്. അപ്പോൾ നമ്മളിവിടെ മാസ് ബൈ വോളിയം എന്ന് എടുക്കാതെ പകരം നേരിട്ട് വോളിയത്തിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആറും എല്ലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പോയിട്ട് എന്ത് ചെയ്യേണ്ട, വോളിയം കാൽക്കുലേഷൻ വോളിയത്തിലെ പെർസെൻറ്റേജ് എററിലേക്കും പോകേണ്ട ആവശ്യമില്ല. സോ ദെർഫോർ ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു എത്രയാണ്, മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ എൽ ആണ് ആക്ച്വലി എന്ത്, വോളിയത്തിന്റെ ഇക്വേഷൻ. ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള വയറാണ്. സോ ദെർഫോർ ഫസ്റ്റ് ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലസ് ആർ സ്ക്വയർ ആയതുകൊണ്ട് 2 ടൈംസ് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 വേണം. പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 വേണം. ആൻഡ് ഒരിക്കലും മൈനസ് വരില്ല. എറേഴ്സ് എപ്പോഴും ആഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യില്ല, നെഗറ്റീവ് വരില്ല എന്നുള്ള കാര്യം മറക്കരുത്. ഡെൽറ്റ എം ബൈ എമ്മിലേക്ക് പോവുകയാണെങ്കിൽ 0.6 ഡിവൈഡഡ് ബൈ 0.003 ഇൻറ്റു 100 ആണ് ഫസ്റ്റത്തെ മാസിൻ്റെത് വരുന്നത്. കറക്റ്റ്, യെസ്. പ്ലസ് 2 ടൈംസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ, അതായത് 0.01, സോറി മാസിൻ്റെ നേരെ തിരിച്ചാണ് എഴുതേണ്ടത്. ഓക്കെ, സോ 0.003 ന്യൂമറേറ്ററിൽ വരും, ഡിവൈഡഡ് ബൈ 0.6 എന്ന് വരും. 0.01 ഡിവൈഡഡ് ബൈ 0.5 ആണ് റേഡിയസിൻ്റെത് വരിക. പ്ലസ് ലെങ്ത്തിൻ്റെത് 0.05 ഡിവൈഡഡ് ബൈ 10.00. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ആൻസറിലേക്ക് എത്തും. സോ ഫസ്റ്റ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, 0.3 ബൈ 0.6 ആകും. സെക്കൻഡ് വൺ നിങ്ങൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 1 ബൈ 0.5 ആകും. പിന്നെ ഇൻറ്റു 2 കൂടെ ചെയ്യാനുണ്ട്. സോ ദാറ്റ് വിൽ ബി 2 ബൈ 0.5. പ്ലസ് നെക്സ്റ്റ് വൺ 100 കൊണ്ട് നമ്മൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്, സോ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, 100 കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ എൻറ്റയർ തിങ് നമുക്ക് ഇൻറ്റു 100 കൊടുക്കാം. പെർസെൻറ്റേജ് എററിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടേമും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ടേം 0.05 ഇൻറ്റു 100 ചെയ്യുമ്പം വി വിൽ ഗെറ്റ് 5 ഡിവൈഡഡ് ബൈ 10. സോ 0.3 ബൈ 0.6 എന്ന് പറഞ്ഞാൽ 3/6 തന്നെ, വിച്ച് ഇസ് 0.5. പ്ലസ് 2 ബൈ 0.5 എന്ന് പറഞ്ഞാൽ 4 ആണ്. എഗെയിൻ ഒരു 0.5 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5% ആണ് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, ഇവിടുത്തെ എറർ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, 5 ആണ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി എനർജി ഓഫ് 23 ജനുവരിയിലെ ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. ദി എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഗിവൺ ആസ് ഇ ഓഫ് ടി ഇസ് ഈക്വൽ ടു ആൽഫ ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി ടി, where t is the time and beta is equal to 0.3 second inverse. The errors in the measurement of alpha and time are 1.2% and 1.6% respectively. At time t equal to 5 seconds, maximum percentage error in the energy is. അപ്പോൾ ഇതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അതിൻ്റെ എറർ കാൽക്കുലേഷൻ ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പ്രാക്ടിക്കലി ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഇതുപോലത്തെ സിറ്റുവേഷൻസ് കണ്ടുകൊള്ളുന്നില്ല. എന്നാലും നമുക്ക് എല്ലാ സമയത്തും എറർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് നമ്മുടെ മുന്നിൽ ഡയറക്റ്റ്ലി ഉണ്ടായിക്കൊള്ളുന്നില്ല, എസ്പെഷ്യലി ഇതുപോലത്തെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിൽ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നിട്ടുള്ള എനർജിയുടെ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം വേരി ചെയ്യുന്നത് ആൽഫ ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി ടി ആണ്. അവിടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എററിൻ്റെ ടേംസിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് എറർ ആണ്, വിച്ച് മീൻസ് ഡെൽറ്റ ഇ ബൈ ഇ ഇൻറ്റു 100 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ എനർജിയും അതുപോലെ തന്നെ എനർജിയുടെ വാല്യൂ ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇത്തരം കേസസിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിലെ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മൾ എപ്പോഴും ഡിഫറൻസിയേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് വേണ്ടത് ഡി ഇ ബൈ ഡി ഇൻറ്റു 100 ആണ് ബേസിക്കലി നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, ആൻഡ് നിങ്ങൾ വീണ്ടും ആലോചിക്കുക, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എനർജിയുടെ ആ ഒരു എക്സ്പ്രഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നാലാണ് ഡി ഇ എന്ന് പറയുന്ന ടേം അവിടെ വരുള്ളൂ.
ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആൽഫ ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ആർ എച്ച് എസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ആ രൂപത്തിൽ ചെയ്താൽ നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തും. അതിനേക്കാൾ കുറച്ചുകൂടെ ഈസിയർ ആക്കാണെന്ന് വേറെ ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ബി ടിയെ ഒഴിവാക്കാൻ നമുക്കറിയാം ലോഗ് എടുത്തു കഴിഞ്ഞാൽ ആ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അവിടെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ കുറച്ചും കൂടെ എന്താണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. സോ ഞാൻ രണ്ട് സൈഡിലും ലോഗ് എടുക്കുകയാണ്. എൽ എൻ ഓഫ് ഇ ടു ദ പവർ ഇ ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ആർ എച്ച് എസിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ലോഗിന്റെ ഉള്ളിൽ രണ്ട് ഫംഗ്ഷൻസിന്റെ എന്തുപോലെ ഉണ്ടാകും, പ്രോഡക്റ്റ് പോലെ ആയിട്ടുണ്ടാകും. ഓക്കെ, എൽ എൻ ഓഫ് ആൽഫ ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി ടി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യാം. എൽ എൻ എ ബി എന്ന് പറയാം, എൽ എൻ എ പ്ലസ് എൽ എൻ ബി ആണ്, റൈറ്റ്. സോ ആർ എച്ച് എസ് ലെഫ്റ്റ് സൈഡിൽ ലോഗ് ഓഫ് ഇ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലോഗ് ഓഫ് ആൽഫ ക്യൂബ് പ്ലസ് ലോഗ് ഓഫ് ഇ റേസ് ടു മൈനസ് ബി ടി. ഇപ്പോൾ ആ കാണുന്ന എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ത് ചെയ്തോളും, അവിടുന്ന് റിമൂവ് ആയിക്കോളും, ഒരു പ്രശ്നമില്ല. ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ എൽ എൻ ഇ എന്ന് ഞാൻ എഴുതാണ് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി എൽ എൻ ഓഫ് ആൽഫ ക്യൂബ് ലോഗരിതം പഠിച്ച ആളുകൾക്കറിയാം അത് 3 ഇൻറ്റു എൽ എൻ ആൽഫ ആയിട്ട് മാറും. ആൻഡ് ലോഗരിതം ഓഫ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ അത് രണ്ടും ക്യാൻസൽ ആയിട്ട് എന്തായിട്ട് മാറും, മൈനസ് ബി ടി മാത്രമാണ് അവിടെ ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താ, നമുക്ക് ഡി ഇ ബൈ ഇ ആണ് വേണ്ടത്. അപ്പോൾ അത് കിട്ടാൻ ഏറ്റവും എളുപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. കാരണം ലോഗ് ഇനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അവിടെ 1/e എന്തായാലും വന്നോളും. അപ്പോൾ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/e ഇൻറ്റു ഡി ഇ. ഓക്കെ, സോ അതിൻ്റെ ഡെറിവേറ്റീവ് എൽ എൻ ഇനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/e എന്ന് വരും, ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ടേം ഡി ഇ അവിടെ ഉണ്ടാകും. സോ ദിസ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എൽ എൻ ആൽഫ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഡി ആൽഫ ബൈ ആൽഫ എന്ന് വരും, മൈനസ് ബി ടി എന്ന് പറയുന്നത് ബീറ്റ ഒരു കോൺസ്റ്റന്റ് ആണ് ബീറ്റ ടിയിലെ, അവിടെ ടി മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അത് ഡി ടി മാത്രമായിട്ടാണ് മാറുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് എത്തി. പക്ഷേ കംപ്ലീറ്റ് ആക്കാൻ ആ ഡി ടി എന്ന് പറയുന്നത് അവിടുത്തെ അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയില്ല. ആൻഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അറ്റ് ടൈം ടി ഈക്വൽ ടു 5 seconds എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡി ടി ബൈ ടി ഇൻറ്റു 100 ടൈമിലുള്ള പെർസെൻറ്റേജ് എറർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1.6% ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമും ഡി ടി ബൈ ടിയും ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്താലേ നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണ്, അതിനുവേണ്ടി ചെയ്യുന്നത് ആ രണ്ടാമത്തെ ലാസ്റ്റ് ടേമിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഒരു ടീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒരു ടീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ഞാൻ അവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇപ്പോൾ ഡി ഇ ബൈ ഇ അവിടെ റെഡി ആയിട്ടുണ്ട്, ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡി ആൽഫ ബൈ ആൽഫ അവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, മൈനസ് ബീറ്റ ഇൻറ്റു ഡി ടി ബൈ ടി ഇൻറ്റു ടി എന്ന് ഞാൻ എഴുതുകയാണ്. അപ്പോൾ ഒരു ടീനെ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സെയിം ആൻസർ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് പെർസെൻറ്റേജ് എറർ ഇൻ എനർജി ആണ് വേണ്ടത്. സോ രണ്ട് സൈഡിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിലും നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. യെസ്, സോ ഡി ഇ ബൈ ഇ, ഡി ഇ ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 3 ഇൻറ്റു ഡി ആൽഫ ബൈ ആൽഫ ഇൻറ്റു 100. ഓക്കെ, മൈനസ് ബീറ്റ ടി ഇൻറ്റു ഡി ടി ബൈ ടി ഇൻറ്റു 100. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ കാണുന്ന ടൈമിൻ്റെ പെർസെൻറ്റേജ് എററും ആൽഫയിലെ പെർസെൻറ്റേജ് എററും ഒക്കെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഗിവൺ വാല്യൂസ് ആണ്, അത് നമ്മളെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൻഡ് ഒരു കാര്യം നിങ്ങളിവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറർ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മൈനസ് ചെയ്യാൻ പാടില്ല, എറർ എപ്പോഴും ആഡ് ചെയ്യാനേ പാടുള്ളൂ. ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നതിന് നടുക്ക് നെഗറ്റീവ് ആണെങ്കിൽ പോലും അത് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് എന്താക്കി മാറ്റണം, പ്ലസ് ആക്കിയിട്ട് തന്നെ മാറ്റണം. ഓക്കെ, ഈവൻ നമുക്കറിയാം നമ്മുടെ ഡിവൈഡ് ചെയ്ത് വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതെല്ലാം ആഡ് ചെയ്യുകയാണ് ചെയ്യുക. എറർ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, സബ്ട്രാക്ട് ചെയ്യില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അതും കൂടെ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കറക്റ്റിലേക്ക് എത്തും, പ്രോപ്പർ ആൻസറിലേക്ക് എത്തും. സോ 3 ഇൻറ്റു ഡി ആൽഫ ബൈ ആൽഫ ഇൻറ്റു 100 എന്ന് പറയുന്നത് 1.2% ആണ്. ഓക്കെ, സോ 3 ഇൻറ്റു 1.2 പ്ലസ് ബീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്, ഫിക്സഡ് ആണ്, 0.3 ആണ്. അതുപോലെ ടൈം 5 സെക്കൻഡ്സിലാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ ദാറ്റ്സ് 5 ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡി ടി ബൈ ടി ഇൻറ്റു 100. ടൈമിലെ പെർസെൻറ്റേജ് എറർ അത് 1.6 ആണ്, 1.6. സോ ദിസ് ഇസ് 3 ഇൻറ്റു 1.2 എന്ന് പറയുന്നത് എത്ര വരിക, 3.6 പ്ലസ് 0.3 ഇൻറ്റു 5, 1.5 ഇൻറ്റു 1.6. സോ 3.6 പ്ലസ് 1.6നെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 2.4 ആയിരിക്കും. സോ ആൻസർ ഇസ് 6%. അപ്പോൾ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ഒരു എബവ് ആവറേജ് ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാം. 23 ഷിഫ്റ്റ് 2ലാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ 1 6% ആണ് ആൻസർ. ഇത് മാത്രമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു തവണ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, ഒരു തവണ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ, ഇതുപോലത്തെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഭാവിയിൽ ഇനിയും വരാം. അപ്പോൾ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റണം, ഒന്നെങ്കിൽ ഡയറക്ട്ലി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഇതുപോലെ ലോഗരിതം അപ്ലൈ ചെയ്തിട്ടും ആൻസറിലേക്ക് എത്താവുന്നതാണ്. രണ്ടും സെയിം ആൻസർ തന്നെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർ ആൻ എക്സ്പെരിമെന്റൽ എക്സ്പ്രഷൻ
y is equal to 32.3 into 1125 divided by 27.4, where all the digits are significant. Then to report the value of y, we should write. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതിലാണോ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത് അതാണ് നമ്മൾ ആൻസറിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലേ? അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ 27.4ലും 32.4ലും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത്. നമ്മുടെ ആൻസറിലും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറെ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. 32.3നെ 1125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 27.4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഓപ്ഷൻസിൽ വളരെ കൃത്യമായിട്ട് എളുപ്പത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ആൻസറായിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്, ചിലത് വളരെ എളുപ്പമായിരിക്കും, ചിലത് കുറച്ചുകൂടെ ചെയ്യാനുണ്ടായിരിക്കും. ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും യൂഷ്വലി ബാലൻസ്ഡ് ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. അടുത്തതിലേക്ക് പോകുന്നു. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി Q is related to 4 observables A, B, C, D as follows. Q equal to AB raised to 4 by CD. യൂഷ്വലി വരുന്ന ചോദ്യമാണ്. A, B, C, Dയിലെ എല്ലാം എറർ തന്നിട്ടുണ്ട്, അതിൻ്റെ ട്രൂ വാല്യൂസും തന്നിട്ടുണ്ട്. നമ്മളോട് പെർസെൻറ്റേജ് എറർ ഇൻ Q ആണ് ചോദിച്ചത്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കാണാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. സോ നമുക്ക് ഡയറക്റ്റ്ലി പ്രൊസീഡ് ചെയ്യാം. സോ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് 4 ടൈംസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾ ഓരോരോ വാല്യൂസ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100 ഒരുമിച്ച് ചെയ്യുന്നതാണ് നല്ലത്. മൾട്ടിപ്ലൈ ഓരോന്നിനും ചെയ്യുന്നതാണ് നല്ലത്, കാരണം കുറച്ചുകൂടി എളുപ്പമാണ് ഡിവൈഡ് ചെയ്യാൻ. നമ്മൾ മൊത്തത്തിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് ലാസ്റ്റ് ഇൻറ്റു 100 ചെയ്യുന്നതിന് പകരം ഓരോന്നിനെ കൂടെ 100 ചെയ്ത് പോയി കഴിഞ്ഞാൽ കാൽക്കുലേഷൻ എളുപ്പമാവും. ഓക്കെ, നെക്സ്റ്റ് 4 ഇൻറ്റു ഡെൽറ്റ ബി, അല്ലേ? ഡെൽറ്റ ബി എന്ന് പറയുന്നത് 0.1 ബൈ 20 ആണ്, പ്ലസ് ഡെൽറ്റ സി 0.2 ഡിവൈഡഡ് ബൈ 40 ആണ്, പ്ലസ് 0.1 ഡിവൈഡഡ് ബൈ 50 ആണ്. എല്ലാത്തിനെയും എന്ത് ചെയ്യണം, നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 300 ബൈ 60 എന്ന് വരും ആദ്യത്തത്. അതിൻ്റെ ആൻസർ എത്രയാണ്? അത് 5 ആണ്. അടുത്തതിൽ ഇൻറ്റു 100 ചെയ്യണം നമുക്ക്. അടുത്തത് ഇൻറ്റു 100 ടോപ്പിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എത്ര വരും? 4 ഇൻറ്റു 4ഉം 20 നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിൽ 10 ആണ് വരിക. 100 ഇൻറ്റു 0.1, സോ ദാറ്റ്സ് 10 ബൈ 5 പ്ലസ് അടുത്തതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 100 ഇൻറ്റു 0.2 എന്ന് പറയുന്നത് 20 ആയിരിക്കും. 20 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 100 ഇൻറ്റു 0.1 എന്ന് പറയുന്നത് അഗൈൻ 10 ബൈ 50 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഓരോന്ന് എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരിക എന്നുള്ളതുകൊണ്ട് ചെക്ക് ചെയ്യുക. 5 പ്ലസ് 10 ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ആണ്. മൂന്നാമത്തേത് 20 ബൈ 40 ആണ്, അത് 0.5 ആണ്. പ്ലസ് 10 ബൈ 50 എന്ന് പറയുന്നത് 0.2 ആണ്, 0.2. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 7.7% ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. പക്ഷേ ഇതൊരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നമ്മുടെ ആൻസർ നമുക്ക് വേണ്ടത് x by 1000 എന്നുള്ള രൂപത്തിലാണ്. സോ പെർസെൻറ്റേജ് എറർ ഇൻ Q ഇസ് x by 1000 എന്ന് വെച്ചാൽ ഈ 7.7 എന്ന് പറയുന്ന ഈ ഒരു ആൻസർ നമുക്ക് കിട്ടിയല്ലോ. 7.7 എന്ന ആൻസറിനെ x by 1000 എന്ന് ആക്കി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? സോ എക്സിൻ്റെ വാല്യൂ 7.7 ഇൻറ്റു 1000 എന്ന് വരും. സോ ദാറ്റ് ഇസ് 7700 ആണ് ആൻസർ. ഓക്കെ, സോ ന്യൂമറിക്കൽ ടൈപ്പിൽ നമ്മൾ കൃത്യം 7700 എന്ന് തന്നെ എൻ്റർ ചെയ്യണം, എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അതൊന്നോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അത് നെഗറ്റീവ് മാർക്കായിട്ട് മാറുകയാണ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇഫ് ബി ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് μ0 ഇസ് ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ദെൻ ഡയമെൻഷൻസ് ഓഫ് ബി ബൈ μ0 ഇസ് എത്രയാണ്, ഏതാണ് എന്നാണ് ചോദിച്ചത്. യൂഷ്വലി നമുക്ക് കാണാതെ പഠിച്ചാൽ നമ്മുടെ മനസ്സിൽ നിൽക്കാത്ത വാല്യൂസ് ആണ് ആക്ച്വലി മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ഈ പറയുന്ന പെർമിയബിലിറ്റി, പെർമിറ്റിവിറ്റി, ഇതിൻ്റെ ഒന്നും ഡെഫിനിഷൻ, ഇതിൻ്റെ ഒന്നും ഡയമെൻഷൻസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, എല്ലാ ദിവസവും ഓർത്തിരിക്കാൻ കഴിയില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ അറിയുന്ന ഒരു സ്റ്റുഡൻറ്റ് μ0യുടെ ഡയമെൻഷൻ അറിയാം, അത് ഡിവൈഡ് ചെയ്തിട്ടല്ല ആൻസർ കണ്ടെത്തേണ്ടത്. പകരം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും ഒരുപാട് ഇക്വേഷൻസ്. ഈ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് μ0I ഡിവൈഡഡ് ബൈ 2πr പോലുള്ള ഒരുപാട് റിലേഷൻസ് നമ്മൾ ആക്ച്വലി പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് പറയാം, ഡയമെൻഷനൽ ഫോർമുല ഓഫ് ബി ഇസ് ഈക്വൽ ടു ഡയമെൻഷനൽ ഫോർമുല ഓഫ് എന്താണ്, ഡയമെൻഷനൽ ഫോർമുല ഓഫ് കറണ്ട് ഡിവൈഡഡ് ബൈ ഡയമെൻഷനൽ ഫോർമുല ഓഫ് റേഡിയസ് ആണ്, അല്ലേ? ആൻഡ് ഇൻറ്റു ന്യൂമറേറ്ററിൽ μ0 കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഡയമെൻഷനൽ ഫോർമുല ഓഫ് ബി ഡിവൈഡഡ് ബൈ ഡയമെൻഷനൽ ഫോർമുല ഓഫ് μ0 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കാണുന്നത് തന്നെയാണ്, ഡയമെൻഷനൽ ഫോർമുല ഓഫ് കറണ്ട് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്, അല്ലേ? അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ കറണ്ടിൻ്റെ എന്താ,
കറണ്ടിൻ്റെത് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുന്ന ആംബിയർ എന്ന് പറയുന്ന SI യൂണിറ്റ് തന്നെയാണ് അല്ലെ, അതിന്റെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണത്. ഡിവൈഡഡ് ബൈ റേഡിയസിൻ്റെത് ലെങ്ത് ആയിരിക്കും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി L⁻⁻1 A എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത് ഓപ്ഷൻ 3. സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഓൾറെഡി അറിയുന്ന റിലേഷൻസിൽ നിന്ന് തന്നെ നിങ്ങൾ ഇത് ഡിറൈവ് ചെയ്യണം എന്നതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആളും ഉദ്ദേശിച്ചിട്ടുള്ളത്. അതല്ലാതെ ബിയുടെയും മ്യൂസിയുടെയും ഡയമെൻഷണൽ ഫോമിൽ പോയിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ദി കറക്റ്റ് ഡയമെൻഷണൽ ഫോർമുല ഫോർ ദി കപ്പാസിറ്റൻസ് ഇൻ ഫാരഡ്? MLTC സ്റ്റാൻഡ് ഫോർ യൂണിറ്റ് ഓഫ് മാസ്, ലെങ്ത്, ടൈം ആൻഡ് ചാർജ്. അപ്പം ഫാരഡിന്റെ ടേംസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷണൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. അതിന് മാസും ലെങ്ത്തും ടൈമും യൂസ് ചെയ്യാം. പിന്നെ ചാർജ് ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ എന്തല്ല, കറണ്ട് അല്ല. കറണ്ട് ആണ് യൂഷ്വലി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ കറണ്ടിന് പകരം ചാർജ് ആണ് നമ്മളോട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക? എഗെയിൻ നിങ്ങൾ ആലോചിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കും, അല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി ഒരാൾക്കും എന്തറിയില്ല കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷണൽ ഫോർമുല അതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ ടേംസിൽ പോലും കാണാതെ ഒരാൾ പഠിച്ചു വെക്കുന്നുണ്ടാവില്ല. അപ്പൊ എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചാർജിന്റെ ടേംസിലേക്ക് എത്തണം. അപ്പൊ എല്ലാവരും കപ്പാസിറ്റൻസിൽ നമ്മൾ യൂഷ്വലി പഠിക്കുന്ന ഒരു കാര്യമാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, ഹാഫ് CV². ഇതറിയാത്ത ആരുമില്ല അല്ലെ, ഹാഫ് CV² അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്കിനി നമ്മുടെ ചാർജിലേക്ക് എങ്ങനെ എത്തിക്കാം? വോൾട്ടേജിൻ്റെത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, അത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ആ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് എടുക്കാൻ പോവാണ് വോൾട്ടേജിന് പകരം. കാരണം വർക്കിൻ്റെത് ഓൾറെഡി എല്ലാവർക്കും അറിയാം, പിന്നെ ചാർജ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ആവശ്യവുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എനർജി ഇസ് ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഓഫ് കപ്പാസിറ്റൻസ് ഇൻറ്റു ഡയമെൻഷണൽ ഫോർമുല ഓഫ് V² എന്ന് വരും. ഓക്കെ, സോ ദെർഫോർ dimensional formula of energy is equal to dimensional formula of capacitance multiplied by W/Q ന്റെ സ്ക്വയറിന്റെ ഡയമെൻഷണൽ ഫോർമുല ആയിട്ട് മാറും. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി, കാരണം ഒരുപാട് എളുപ്പമാകാൻ പോവുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ വളരെ എളുപ്പമാകാൻ പോവുകയാണ്. ബിക്കോസ് എനർജി ഈസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഇൻറ്റു എന്താ ഇപ്പോൾ നമുക്ക് കിട്ടിയത്? വർക്ക് സ്ക്വയർ ഡിവൈഡഡ് ബൈ Q² എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഈ രൂപത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ലെഫ്റ്റ് സൈഡിലുള്ളത് എനർജിയാണ്, അതും അവിടെ വർക്കിന്റെ സ്ക്വയർ ആണുള്ളത് അല്ലെ? അവിടെ എന്താ ഉള്ളത്? അവിടെ വർക്കിന്റെ സ്ക്വയർ ആണുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർക്കും എനർജിയും സെയിം ഡയമെൻഷൻ അല്ലേ? അപ്പോൾ LHSലും RHSലും നമുക്ക് ആ വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് കപ്പാസിറ്റൻസ് എന്താ? അത് ചാർജിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് വരിക. ചാർജ് ഞാൻ അങ്ങനെ തന്നെ നിലനിർത്തുക, അതിനെ കറണ്ടിന്റെ ടേംസിലേക്ക് മാറ്റുന്നില്ല. ബിക്കോസ് നമ്മളോട് അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫണ്ടമെന്റൽ യൂണിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള കറണ്ടിന്റെ ടേംസിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ Q എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മളോട് എന്താ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? കൂളോംബാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഡിവൈഡഡ് ബൈ വർക്കിൻ്റെത് നമുക്കറിയാം, അത് mL² T⁻⁻² ആണ്. ഓക്കെ, ഇനി അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഉണ്ടായിരുന്നത് അവിടെ കപ്പാസിറ്റൻസ് ആണ്, അതിനെ നമുക്ക് ഫാരഡിൽ എഴുതാം. സോ ഫാരഡ് ഇസ് ഈക്വൽ ടു എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അൾട്ടിമേറ്റ്ലി. അപ്പോൾ എന്തായിരിക്കും ആൻസർ? എന്താ? C² ന്യൂമറേറ്ററിലുണ്ട്, m⁻⁻1 വരും, l⁻⁻2 വരും, and T² വരും. ഓക്കെ, അതെല്ലാം കൂടെ യൂസ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ 1 തന്നെയാണ്. ഓക്കെ, സോ ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. എല്ലാവർക്കും അത് സോൾവ് ചെയ്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അറിയുന്ന റിലേഷൻസിൽ നിന്ന് തന്നെയാണ് ഡിറൈവ് ചെയ്ത് ഡയമെൻഷണൽ ഫോർമുലയിലേക്ക് നമ്മൾ എത്തേണ്ടത്. നെക്സ്റ്റ് വൺ, ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ മൂവിംഗ് ഓൺ x ആക്സിസ് ഈസ് ഗിവൺ ബൈ x ഓഫ് t ഇസ് ഈക്വൽ ടു a sin t പ്ലസ് b cos² t പ്ലസ് ct² പ്ലസ് d, where t is the time. ഡയമെൻഷൻസ് ഓഫ് ABC/d എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇതും ഏറെക്കുറെ ഡയറക്റ്റ് ചോദ്യമാണ്. ബിക്കോസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് x എന്ന് പറയുന്നത് അത് L⁻⁻1 ആണ്, അത് ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ sin t cos² t ഇവർക്കൊന്നും ഡയമെൻഷൻസ് ഇല്ല. സോ ദെയർഫോർ നമുക്ക് A എന്ന് പറയുന്നതിന്റെ ഡയമെൻഷണൽ ഫോർമുല അത് ലെങ്ത് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് B എന്ന് പറയുന്നതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? അതും ലെങ്ത് തന്നെ ആയിരിക്കും. ഇനി CT² നെക്സ്റ്റ് CT ആഡ് ചെയ്ത് പോകണം. ആഡ് ചെയ്യുന്ന ടേംസിന്റെ എല്ലാം എന്തായിരിക്കണം? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, എല്ലാത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആയിരിക്കണം. അപ്പോൾ CT² ഡയമെൻഷനൽ ഫോർമുലയും ലെങ്ത് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിയുടെ ഡയമെൻഷനൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? LT⁻⁻2 ആവണ്ടേ? എന്നാലല്ലേ T² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത് ആയിട്ട് മാറുള്ളൂ. സിമിലർലി D അവിടെ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ടേമാണ്, അതിന്റെ ഡയമെൻഷണൽ ഫോർമുലയും എന്തായിരിക്കണം? ലെങ്ത് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ള ABC/D ചെയ്ത് നോക്കാം.
സോ എ ബി സി ബൈ ഡിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? അതിൽ ഓരോന്നിൻ്റെതായിട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. എയുടേത് എൽ ആണ്, ബിയുടേത് എൽ ആണ്, അല്ലെ സിയുടേത് എൽ ടി റേസ് ടു -2 ആണ്, ഡിവൈഡഡ് ബൈ ഡിൻ്റെതും എൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു എല്ലും ക്യാൻസൽ ആയിട്ട് എൽ സ്ക്വയർ ടി റേസ് ടു -2 ആയിരിക്കും എ ബി സി ബൈ ഡി എന്ന് പറയുന്ന ടേമിന്റെ ഡയമെൻഷണൽ ഫോർമുല. സോ ആൻസർ ഇസ് എൽ സ്ക്വയർ ടി റേസ് ടു -2, ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എഴുതിയ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇലക്ട്രിക് ഫ്ലക്സ് അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് phi is equal to alpha sigma plus beta lambda, where lambda and sigma are linear and surface charge densities respectively. Alpha by beta represents. അപ്പോൾ ഒരു പുതിയൊരു ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. അത് ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ്. ആൽഫ സിഗ്മ പ്ലസ് ബീറ്റ ലാംഡ. ആൽഫ ബൈ ബീറ്റ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു റിലേഷൻ ഒന്നും ആരും ഫിസിക്സിൽ എന്ത് ചെയ്തിട്ടില്ല. നമ്മൾ NCERT പഠിച്ച സമയത്ത്, നമ്മൾ പ്രിപ്പയർ ചെയ്ത സമയത്ത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ആൽഫ ബൈ ബീറ്റയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടെത്തിക്കൊണ്ട് അത് ഈ പറയുന്ന എ ബി സി ഡിയിൽ ഏത് ക്വാണ്ടിറ്റി ആയിരിക്കാം എന്ന് ഗസ് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ ബേസിക്കലി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നിങ്ങൾ വീണ്ടും ആലോചിച്ച് നോക്കുക. ഫൈ ഫ്ലക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യൂവിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയും എപ്സിലോൺ 0ന്റെ ഡയമെൻഷൻ ഫോർമുലയിലേക്കൊക്കെ പോയി ഫൈൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ച് ഇവിടേക്ക് എത്തിയിട്ടൊക്കെ ചെയ്യാം. ഓക്കെ, പക്ഷെ അതിനേക്കാൾ എളുപ്പ വഴികൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഡ്യൂറിംഗ് ദി എക്സാം സമയം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരണം. കാരണം എപ്സിലോൺ 0യുടെ ഡയമെൻഷണൽ ഫോർമുല ഉണ്ടാക്കാൻ നിങ്ങൾ എവിടെ പോകേണ്ടി വരും? കൂളോംസ് ലോയിൽ പോകേണ്ടി വരും, അല്ലെ? F is equal to 1/4 pi epsilon 0 Q1 Q2 by R² എത്തേണ്ടി വരും. അവിടേക്കൊന്നും ശരിക്കും പോകേണ്ട ആവശ്യമില്ല. ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം ഫൈയുടെ ഡയമെൻഷണൽ ഫോർമുല എന്തിന്റെ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കണം? ആൽഫ ഇൻറ്റു സിഗ്മയുടേതായിരിക്കണം. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ബീറ്റ ഇൻറ്റു ലാംഡയുടെ ഡയമെൻഷണൽ ഫോർമുലയോട് ഈക്വൽ ആയിരിക്കണം. നമുക്ക് വേണ്ടത് ആൽഫ ബൈ ബീറ്റയാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ആൽഫ ബൈ ബീറ്റ എന്താണെന്ന് ഈ ഗിവൺ വാല്യൂസിൽ നിന്ന് അതിന്റെ ഡയമെൻഷണൽ ഫോർമുല ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ കാണുന്ന രണ്ടെണ്ണം ഈക്വൽ ആണെന്ന് മനസ്സിലായല്ലോ. അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആൽഫ മൾട്ടിപ്ലൈഡ് ബൈ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സിഗ്മ ഇസ് ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഓഫ് ബീറ്റ ഇൻറ്റു ഡയമെൻഷണൽ ഫോർമുല ഓഫ് ലാംഡ. ഇവിടെ നിന്ന് നമുക്ക് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആൽഫ ഡിവൈഡഡ് ബൈ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ബീറ്റ ഉണ്ടാക്കിയെടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ലാംഡ ഡിവൈഡഡ് ബൈ സിഗ്മ ആയിരിക്കും. മനസ്സിലായോ? ഇത് കാര്യങ്ങളെല്ലാം എളുപ്പമായി. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ആൻസറിലേക്ക് എത്തി. ഇനി ലാംഡ എന്താ? ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി ചാർജ് പെർ ലെങ്ത് ആണ്. എന്താണ് സിഗ്മ? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, അതായത് ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഈ ലാംഡ ബൈ സിഗ്മ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ശരിക്ക് ക്യൂ ബൈ എൽ ഡിവൈഡഡ് ബൈ ക്യൂ ബൈ എന്തായിരിക്കും? ഏരിയ ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു ഏരിയ ബൈ ലെങ്ത്. അപ്പോൾ ഏരിയ ബൈ ലെങ്ത് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ശരിക്ക് എന്ത്? ഈ പറയുന്ന ലാംഡ ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുലയും അങ്ങനെ തന്നെയല്ലേ വരേണ്ടത്? അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല ആയിട്ട് എൽ റേസ് ടു 1 ആയിരിക്കും കിട്ടുക. ഏരിയ ബൈ ലെങ്ത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എൽ റേസ് ടു 1 ആയിരിക്കും കിട്ടുക. അപ്പോൾ ആൽഫ ബൈ ബീറ്റ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി റെപ്രസെന്റ്സ് എ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എൽ റേസ് ടു 1. അത് ഇതിലേതാ? അത് ഓപ്ഷൻ 4 ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡ്യൂറിംഗ് ദി എക്സാം സോൾവ് ചെയ്യാൻ. എന്നാൽ അത് ചെറിയ സമയം കൊണ്ട് സോൾവ് ആകുള്ളൂ. ഇല്ലാതെ നമ്മൾ വീണ്ടും എപ്സിലോൺ 0ലേക്കൊക്കെ പോയി അവിടുത്തെ ഡയമെൻഷനൊക്കെ കൊണ്ടുവന്ന് മേ ബി കുറച്ചുകൂടെ സമയം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്ത അത് മാച്ച് ദ ഫോളോയിങ് ആണ്. 23 ഷിഫ്റ്റ് 2 ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2 നമുക്ക് മാച്ച് ചെയ്യാനുണ്ട്. ലിസ്റ്റ് 1ൽ ഡയമെൻഷണൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്, അടുത്തതിൽ എന്താണ് ഓരോന്നിൻ്റെയും ടേംസ്. അപ്പോൾ ചിലത് മാച്ച് ദ ഫോളോയിങ് വളരെ എളുപ്പമായിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും. ചിലപ്പോൾ 3 എണ്ണം മുഴുവനായിട്ട് മനസ്സിലായാൽ മാത്രമേ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ml² t റേസ് ടു -2 ഇത് പഠിച്ചൊരാൾക്കറിയാം, ഇത് എനർജിയുടെ ഡയമെൻഷൻ ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളതിലെല്ലാം കറണ്ട് ഉണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് മൊമെന്റ്, അത് കഴിഞ്ഞ് ടോർഷണൽ കോൺസ്റ്റന്റ് ഉണ്ട്. ഇതിൽ ടോർഷണൽ കോൺസ്റ്റന്റിൽ കറണ്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ടോർഷണൽ കോൺസ്റ്റന്റിൽ കറണ്ട് വരേണ്ട ഒരു ആവശ്യവുമില്ല ആക്ച്വലി. ഓക്കെ, അതുകൊണ്ട് തന്നെ കറണ്ട് ഇല്ലാത്ത ഈ എനർജിയുടെ ഡയമെൻഷൻ ടോർഷണൽ കോൺസ്റ്റന്റ് എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് ഡി ആണെന്ന് മാച്ച് ചെയ്യാൻ പറ്റും. സോ ഡി എന്ന് പറയുന്നത് 1നോട് മാച്ച്ഡ് ആണെന്നുള്ളത് പെട്ടെന്ന് തന്നെ ഒരാൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഡി എന്ന് പറയുന്നത് ഈ ഓപ്ഷനിൽ 1 ആണ്, ഇവിടെ 2നോടാണ് മാച്ച് ചെയ്തിട്ടുള്ളത്, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്. അപ്പോൾ ഇതൊരു PYQ ആണ്. ഈ എക്സാം എഴുതിയ ആളുകൾക്ക് ആ ഒരൊറ്റ ഇൻഫർമേഷൻ കിട്ടിയാൽ ഓപ്ഷൻ 2 ആണ് ആൻസർ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോന്നിനും നമുക്ക് കൃത്യമായിട്ട് ഐഡിയാസ് എടുക്കാം. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഫോഴ്സ് ഓൺ എ
ചാർജ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് മൂവിങ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരുന്നു? അത് QVB ആണ് അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷനൽ ഫോർമുല കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പതാണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഇൻറ്റു ചാർജിന്റെ ഡയമെൻഷൻ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഓരോന്നിന്റെയും ഇപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് ആണെങ്കിൽ നമുക്ക് ആ ടോർക്കിന്റെ ഇക്വേഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയമെൻഷനൽ ഫോർമുല കണ്ടെത്താം. അത് നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. അപ്പൊ ഈ രൂപത്തിൽ വേണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും കണ്ടെത്താം. അപ്പൊ എല്ലാ മാച്ച് ദ ഫോളോയിങ് ഇങ്ങനെ അല്ല വരിക, ചിലപ്പോൾ 4 അറിഞ്ഞാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള മാച്ച് ദ ഫോളോയിങ്സും ഉണ്ടാവാറുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. In a measurement, it is asked to find the modulus of elasticity per unit torque applied on the system. The measured quantity has dimensions of m to the power a, l to the power b, and t to the power c. Then the value of c is, അപ്പോൾ modulus of elasticity per unit torque ആണ് quantity. ഓക്കെ, modulus of elasticity y divided by torque ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ y മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറിന്റെ അതേ ഡയമെൻഷൻ ആണ്. ഓക്കെ, ഫോഴ്സ് ബൈ ഏരിയ ml - 1 t - 2 ഡിവൈഡഡ് ബൈ ടോർക്ക് എന്ന് പറഞ്ഞാൽ എനർജിയുടെ അതേ ഡയമെൻഷൻ ഫോർമുലയാണ് ml² t⁻⁻² ആണ്. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് l⁻3. ഓക്കെ, അപ്പം ഐ തിങ്ക് ഇവിടെ -3 എന്ന് വരണം. ബിയുടെ വാല്യൂ -3 ആണ്. ഓക്കെ, സോ ഇതിന്റെ ഡയമെൻഷനൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ m⁻0 l⁻3 t⁻0 ആണ്. നമുക്ക് വേണ്ടത് സിന്റെ വാല്യൂ ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ന്റെ ടിയുടെ ടൈമിന്റെ എക്സ്പോണന്റ് ആയിട്ടാണ് സി കൊടുത്തിട്ടുള്ളത്. സോ ദെയർഫോർ സിയുടെ വാല്യൂ 0 ആണ്. ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് തന്നെ ആൻസർ ചെയ്യാം. സിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. ഇവിടെ നിങ്ങൾ നോക്കുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്ട് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ആംഗുലർ ഇമ്പൾസ് നമുക്ക് അറിയുന്ന ക്വാണ്ടിറ്റിയാണ്. ലേറ്റന്റ് ഹീറ്റ് അറിയുന്നതാണ്. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഒക്കെ Q = m × LF ആണ് അല്ലേ? അപ്പോൾ LF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q/m ആണ്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജിയുടെ ഡയമെൻഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ഡയമെൻഷനൽ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ് ഇല്ലാത്ത എനർജിയുടെ ഡയമെൻഷനൽ ഫോർമുല ആയിരിക്കും L² t⁻2 ആണ്. അപ്പോൾ L² t⁻2 എന്ന് പറയുന്നത് ലേറ്റന്റ് ഹീറ്റ് ആണെന്ന് മനസ്സിലായി. ഇവിടെ ഇത് 2 ആണ്. ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 4. ഓക്കെ, എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ആണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ABCD മാച്ചിങ് വിത്ത് 1 2 3 4. ഓക്കെ, സോ ലേറ്റന്റ് ഹീറ്റ് 1ലേക്കാണ് പോകുന്നത്. അപ്പോൾ ബി ഷുഡ് ബി മാച്ച്ഡ് വിത്ത് 1. അങ്ങനത്തെ എത്ര ഓപ്ഷൻസ് ഉണ്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ B1 B1 B1. ഇവിടെ ഒന്നുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, ഇവിടെ കൂടുതൽ അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആംഗുലർ ഇമ്പൾസിലേക്ക് പോകുന്നു. ആംഗുലർ ഇമ്പൾസ് J എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ആംഗുലർ റൊട്ടേഷനിലുള്ള എല്ലാ ടേംസും ലീനിയറിൽ എന്താണോ അതിനെ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേംസ് ആണ് പലതും വരാറുള്ളത് അല്ലേ? അപ്പോൾ ആംഗുലർ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ലീനിയർ ഇമ്പൾസിനെ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന r×p ആണ് അല്ലേ? അതിലേക്ക് അതിന്റെ ഡയമെൻഷനൽ ഫോമിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ ഡയമെൻഷനൽ ഫോർമുല ഓഫ് ആംഗുലർ ഇമ്പൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീനിയർ ഇമ്പൾസ് എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ബേസിക്കലി ലീനിയർ ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. സോ മാസ് ഇൻറ്റു വെലോസിറ്റി ml⁻⁻1 എന്ന് പറയുന്ന ലീനിയർ ഇമ്പൾസ്, അതിനെ ഒരു L കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. സോ ml² t⁻⁻1 ആണ് എന്തിന്റെ ഡയമെൻഷനൽ ഫോർമുല ആയിട്ട് വരിക? ആംഗുലർ ഇമ്പൾസിന്റെ ഡയമെൻഷനൽ ഫോർമുല ആയിട്ട് വരിക. അത് 3 ആണ്. സോ A ഷുഡ് ബി മാച്ച്ഡ് വിത്ത് 3. അപ്പോൾ A3യും B1ഉം വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? A3 B1 അവിടെയും നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? അവിടെ A3 and B1 വരുന്ന 2 എണ്ണം ഉണ്ട് കണ്ടോ? അപ്പോൾ ഇവിടെ 2 എണ്ണം കിട്ടിയിട്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല. അടുത്തതും കൂടെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തേ പറ്റും. അവിടെ നമുക്ക് EMF അഥവാ വോൾട്ടേജ് ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഈസ് ഓൾസോ ഗിവൺ. അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇതിന്റെ എല്ലാം റൂട്ടിലേക്ക് പോയിട്ട് ഇത് കണ്ടുപിടിക്കാം ഡയമെൻഷനൽ ഫോർമുല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോ ആണ്, ഇത് വോൾട്ടേജ് ആണ്. ഇവർ തമ്മിൽ ആക്ച്വലി നമുക്ക് എളുപ്പത്തിൽ ഒരു റിലേഷൻ ഉണ്ടാക്കി എടുത്തൂടെ? എങ്ങനെയാ? വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഓക്കെ, അതിനെ റെസിസ്റ്റിവിറ്റി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് = ρl ഡിവൈഡഡ് ബൈ A എന്ന് വരും. മനസ്സിലായോ? അവിടെ നമുക്ക് എഴുതാം വോൾട്ടേജ് ഇൻറ്റു A ഡിവൈഡഡ് ബൈ കറണ്ട് ഇൻറ്റു L. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ദിസ് ഇസ് ഈക്വൽ ടു റോ എന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷനൽ ഫോർമുല ഓഫ് റോ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷനൽ ഫോർമുല, അതായത് വോൾട്ടേജിന്റെ ഡയമെൻഷന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? A/L അല്ലെ? വോൾട്ടേജിന്റെ ഡയമെൻഷന്റെ കൂടെ A/L മൾട്ടിപ്ലൈ ചെയ്യണം, വിച്ച് ഇസ് ഈക്വൽ ടു ഒരു ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഡിവൈഡഡ് ബൈ കറണ്ടിന്റെ ഡയമെൻഷൻ, അത് A തന്നെയാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വോൾട്ടേജിന്റെ ഡയമെൻഷന്റെ കൂടെ ഒരു ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്യണം, അതുപോലെ ഒരു കറണ്ട് കൂടെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇനി ഈ 2 ഓപ്ഷനിലേ ഉള്ളൂ, അത് ചെക്ക് ചെയ്താൽ മതി. ഏതിനാണോ ലെങ്ത്തിന്റെ പവർ കൂടുതൽ അതെന്തായിരിക്കും?
അത് റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷൻ ആയിരിക്കണം. കാരണം വോൾട്ടേജിന്റെ ഡയമെൻഷന്റെ കൂടെ ഒരു ലെങ്ത് നമ്മൾ എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ദെയർഫോർ ഈ ഫോർത്ത് വണ്ണ് അവിടെ L⁻³ ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ L² ആണ്. സോ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അത് 4 ആയിരിക്കണം. അപ്പോൾ C ഷുഡ് ബി മാച്ച്ഡ് വിത്ത് 4 എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ 4. ഓക്കെ, അങ്ങനെ ഫുൾ ചെയ്യാതെ തന്നെ നമുക്ക് ആക്ച്വലി എന്തിലേക്ക് എത്താൻ പറ്റും, ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിന്റെ പ്രൂഫാണത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫൈൻ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ദി എക്സ്പ്രഷൻ ഗിവൺ ബിലോ ഷോസ് ദി വേരിയേഷൻ ഓഫ് വെലോസിറ്റി v വിത്ത് ടൈം v ഈക്വൽ ടു at² പ്ലസ് bt ഡിവൈഡഡ് ബൈ ct പ്ലസ് t. ആക്ച്വലി c മാത്രമേ ഉള്ളൂ, ct ഇല്ല. ഓക്കെ, c പ്ലസ് t. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ബി സിയുടെ a ഇൻറ്റു ബി ഇൻറ്റു സിയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. സോ വി നീഡ് ടു ഫൈൻഡ് a ഇൻറ്റു ബി ഇൻറ്റു സിയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം എന്ത് വേണം, വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല L⁻⁻1 ആണ്. അത് ഇവിടെ എന്തിനോട് ഈക്വൽ ആയിരിക്കും, at² ഡയമെൻഷണൽ ഫോർമുലയോട് ഈക്വൽ ആയിരിക്കും. അത് കാണുമ്പോൾ തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത ഒരാൾക്ക് പറയാൻ പറ്റും എയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് L⁻⁻1 ഡിവൈഡഡ് ബൈ t² ആയിരിക്കും. ഓക്കെ, അപ്പോൾ എത്ര വരാൻ പോകുന്നത്, L⁻⁻³ ആയിരിക്കും. അതാണ് എയുടെ ഡയമെൻഷണൽ ഫോർമുല. ഇനി അടുത്തത് ബിയും സിയുടെയും കണ്ടുപിടിക്കണം. നിങ്ങൾ സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ടൈം തന്നെ ആയിരിക്കണ്ടേ, അല്ലെ? ടൈം തന്നെ ആയിരിക്കണ്ടേ. കാരണം എന്താ, ഡിനോമിനേറ്ററിൽ c പ്ലസ് ടി ആണ്, പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി. സിയുടെ ഡയമെൻഷൻ ടൈമിന്റെ അതേ ഡയമെൻഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ ടൈമിന്റെ ഡയമെൻഷൻ ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്രേ ഉള്ളൂ. ഇനി ആ സെക്കൻഡ് പാർട്ട്, അതായത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് BT ബൈ C പ്ലസ് ടി എന്ന് പറയുന്ന ഈ എൻറ്റയർ ടേം വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആയിരിക്കണം. ഈ എൻറ്റയർ ടേം എന്തായിരിക്കണം, വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആയിരിക്കണം. അതിൽ ഡിനോമിനേറ്ററിൽ ഓൾറെഡി ടൈമാണ്. സോ BTയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, L ആയിരിക്കും. ഈ ടൈമിനെ ഞാൻ എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്, RHSലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകും BTയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് L ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കാം, ദെർഫോർ ബിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് L⁻⁻1 ആയിരിക്കും. ദെർഫോർ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്താം. അത് എ ബി സിയുടെ ഡയമെൻഷണൽ ഫോർമുല ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വലി എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അത് എയുടെ എന്തായിരുന്നു, L⁻⁻3 ആണ്. L⁻⁻3 ആണ് മൾട്ടിപ്ലൈഡ് ബൈ ബിയുടെ എന്താ, ബിയുടെ വെറും ടൈമാണ്. ഒന്നിലും എന്ത് വരുന്നില്ല, മാസ് വരുന്നില്ല. പിന്നെ L⁻⁻1. സോ L² T⁻⁻3 ആണ് നമ്മുടെ ആൻസർ. അത് ഏത് ഓപ്ഷനാണ്, m⁻⁴ L² T⁻⁻3 ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ പെയർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നോട്ട് ഹാവിംഗ് ദ സെയിം ഡയമെൻഷൻസ്. പ്രഷറും യങ്സ് മോഡുലസും സെയിം ഡയമെൻഷൻ ആണ്, നമുക്കറിയാം. സർഫസ് ടെൻഷനും ഇമ്പൾസും അറിയില്ല, അവിടെ നിൽക്കട്ടെ. ടോർക്കും എനർജിയും സെയിം ഡയമെൻഷൻ ആണ്, അതെല്ലാവർക്കും അറിയാം. ആംഗുലാർ മൊമെന്റം ആൻഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് സെയിം ഡയമെൻഷൻ ആണെന്ന് അറിയാത്ത ഒരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടി, സ്റ്റുഡന്റ് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് പറയാം. അല്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, എൻട്രൻസിന് വേണ്ടി മര്യാദക്ക് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ എയും ഫസ്റ്റും തേർഡും ഫോർത്തും സെയിം ഡയമെൻഷൻസ് ആണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡിനെ കുറിച്ച് ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതാണ് സെയിം ഡയമെൻഷൻസ് അല്ലാത്ത, നോട്ട് ഹാവിങ് സെയിം ഡയമെൻഷൻസ് ഉള്ള പെയർ. ഓക്കെ, യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ്. യങ്സ് മോഡുലസിന് പ്രഷറിന്റെ ഡയമെൻഷൻസ് ആണ് വരേണ്ടത്, ml-1 T⁻². ടോർക്കിന് എനർജിയുടെ ഡയമെൻഷൻ ആണ് വരേണ്ടത്. ഓക്കെ, ഇത് രണ്ടും തന്നെ വെച്ചിട്ട് നമുക്ക് മേ ബി ആൻസറിലേക്ക് എത്താൻ പറ്റും. അത് A ഷുഡ് ബി 2, B ഷുഡ് ബി 4. അപ്പോൾ A2 ഏതിലുള്ളത്, A2 രണ്ടെണ്ണത്തിലുണ്ട്. പക്ഷെ B4, A2 and B4 ഏതിലുള്ളത്, അത് ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പം മിക്കവാറും ഒന്നറിഞ്ഞാൽ ആൻസറിൽ കിട്ടാൻ പറ്റുന്ന മാച്ച് ഫോളോയിങ് ഉണ്ടാവാം. ചിലപ്പോൾ രണ്ടെണ്ണം മാത്രം ചെക്ക് ചെയ്താൽ ആൻസർ കിട്ടുന്ന മാച്ച് ഫോളോയിങ് ഉണ്ടാവാം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സമയം നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ പോയി വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കേണ്ട, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഇന്റൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് മൊമെന്റ്. മാഗ്നറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള 4 ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ തന്നിരിക്കുന്ന 4 ക്വാണ്ടിറ്റീസിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഉറപ്പിക്കാൻ പറ്റുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെതാണ്. അത് വെബർ ആണ്. അപ്പോൾ C2 കൺഫേംഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. അഗെയിൻ നമുക്ക് ഭാഗ്യമുണ്ട്, C2 ഒരൊറ്റ ആൻസറിലേ വരുന്നുള്ളൂ, അത് ഓപ്ഷൻ 4 ഇനി ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, അത് ആംബിയർ മീറ്റർ സ്ക്വയർ ആണ്.
പഠിച്ച ആളുകൾക്ക് ഓർമ്മ ഉണ്ടാകും. മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി മാഗ്നറ്റിക് ഫീൽഡിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിനെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് വരുന്നില്ലേ നോക്കുക. എ എന്ന് പറയുന്നത് മാച്ചിങ് വിത്ത് ഏതാണ് 3 ആണ് കൊടുത്തിട്ടുള്ളത്. സോറി, മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഫീൽഡിനെ തന്നെയാണ്, മാഗ്നറ്റിക് ഫീൽഡിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ യൂണിറ്റ് ആയിട്ട് ഗോസ് വന്നിട്ടുണ്ട്. ബിയുടെ യൂണിറ്റ് ആയിട്ട് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആംബിയർ മീറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ ഡിയുടെ യൂണിറ്റ് മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റും നമ്മൾ യൂഷ്വലി പഠിക്കുന്നതാണ്. ആംബിയർ ഇൻറ്റു മീറ്റർ സ്ക്വയർ ആണ് വരാൻ പോകുന്നത്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് റിഗാർഡിംഗ് വെർനിയർ സ്കെയിൽ. സോ സ്റ്റേറ്റ്മെന്റ് 1 വായിച്ചു നോക്കാം. ഇൻ എ വെർനിയർ കാലിപ്പേഴ്സ് 1 VSD വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇസ് ഓൾവേസ് സ്മോളർ ദാൻ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? The vernier constant is given by 1 MSD multiplied by the number of vernier scale divisions. In the light of the above statements, select the correct answer from the given below. ഇപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് സെന്റൻസ് കറക്റ്റ് ആണ്. കാരണം വെർനിയർ സ്കെയിലിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ തന്നെ അതാണ്. അതായത് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് മെയിൻ സ്കെയിലിനേക്കാൾ എപ്പോഴും കുറവായിട്ടാണ് വെക്കുക. അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ അതിന്റെ മെഷർമെന്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എന്താണ്? അത് ട്രൂ ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കുക നിങ്ങൾ. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് എന്തിനെ കുറിച്ചാ? വെർനിയർ കോൺസ്റ്റന്റിനെ കുറിച്ച്. ഈ വെർനിയർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അത് ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ വെർനിയർ കാലിപ്പർ ആണ്. അതിനെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 1 MSD മൈനസ് 1 VSD ആണ് എന്തായിട്ട് പറയുക? ലീസ്റ്റ് കൗണ്ട്. അല്ലാതെ 1 MSDനെ നമ്മൾ നമ്പർ ഓഫ് ഡിവിഷൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ല ചെയ്യാം. ഓക്കെ, പകരം ഈ സബ്ട്രാക്ട് ചെയ്യുക. 1 MSD മൈനസ് 1 VSD ആണ് ലീസ്റ്റ് കൗണ്ട് ആയിട്ട് വരിക. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ട്രൂ ആൻഡ് 2 ഈസ് ഫോൾസ്. ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ സ്ക്രൂ ഗേജ് ഇസ് 0.01 millimeter. If the pitch is increased by 75% and the number of divisions on the circular scale is reduced by 50%, the new least count will be. ഇവിടെ സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ അറിയുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ ഈസിലി സോൾവ് ചെയ്യാം. പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ്. സോ കറന്റ് ഇതാണ് 0.01 millimeter. സോ ഇനി ന്യൂ ലീസ്റ്റ് കൗണ്ട് ഇവിടെ മാറ്റങ്ങൾ വരാൻ പോവാണ്. പിച്ചിനെ 75% ഇൻക്രീസ് ചെയ്യുന്നു, ഇൻക്രീസ്ഡ് ബൈ 75%. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ക്വാണ്ടിറ്റീനെ ഇൻക്രീസ്ഡ് ബൈ 75% ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ബേസിക് മാത്ത് ആണ്, ആ ക്വാണ്ടിറ്റി എന്തായിട്ട് മാറും? 1.75 ടൈംസ് പി ആയിട്ട് മാറും. അപ്പോൾ ഇത് അറിയാത്ത ഒരാൾക്ക് അവർ ചിലപ്പോൾ ആ പെർസെൻറ്റേജിൻ്റെ ടേംസ് ഒക്കെ എടുത്ത് എഴുതി കളിച്ച് ഒരുപാട് സമയം വേസ്റ്റ് ആകും. 75% ഒരു ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ 100 ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് 100% ആണ്. അതിൻ്റെ കൂടെ 75% കൂടെ ആഡ് ആയി കഴിഞ്ഞാൽ ടോട്ടൽ 175% ആയി. അതിൻ്റെ ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? 1.75 പി ആയിട്ട് മാറും. അതുപോലെ 50% റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഡിവിഷൻസിനെ 0.5 ഇൻറ്റു n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 1.75 ബൈ 0.5. ഇതിനെ നമുക്ക് 175 ഡിവൈഡഡ് ബൈ 50 എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി എളുപ്പത്തിൽ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? എത്ര വരിക? 7/2 ആണ് വരിക. സോ 7/2 p/n അഥവാ 3.5 p/n ആണ് പുതിയ ലീസ്റ്റ് കൗണ്ട്. നമുക്ക് വേണ്ടത് ദ ലീസ്റ്റ് കൗണ്ട് വിൽ ബി എത്രയാകുന്നതാണ്. ഓൾറെഡി ഉള്ള p/n എത്രയാ? അത് 0.01 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5 ഇൻറ്റു 0.01 millimeter. എങ്ങനെയാണ് ആൻസർ വേണ്ടത്? ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. 10⁻³ millimeter എന്ന ടേംസിലേക്കാണ് എന്ത് വേണ്ടത്? ആൻസർ വേണ്ടത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.035 millimeter എന്ന് കിട്ടും. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനെ നമുക്ക് 10⁻³ ടേംസിൽ വേണമെങ്കിൽ എഴുതാം. അതെങ്ങനെ എഴുതാം? അത് എഴുതുന്ന സമയത്ത് വി വിൽ ഗെറ്റ് 35 ഇൻറ്റു 10⁻³ millimeter എന്ന് കിട്ടും. സോ ആൻസർ ഇസ്, സോ ദെയർഫോർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിൽ ബി ഡാഷ് എന്നുള്ളതാണ്. സോ ആൻസർ ഇസ് 35. ഓക്കെ, ആൻസർ എന്തായിരിക്കും? 35 ആയിരിക്കും നമ്മളിവിടെ ന്യൂമറിക്കൽ ടൈപ്പിൽ എൻ്റർ ചെയ്യേണ്ട വാല്യൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ടൈനി മെറ്റാലിക് റെക്ടാങ്കുലർ ഷീറ്റ് ഹാസ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് 5 millimeter. സോ ലെങ്ത് 5 millimeter ആണ്, ബ്രെഡ്ത്ത് 2.5 millimeter ആണ് റെസ്പെക്റ്റീവ്ലി. യൂസിങ് എ സ്പെഷ്യലി ഡിസൈൻഡ് സ്ക്രൂ ഗേജ് വിച്ച് ഹാസ് പിച്ച് 0.75 millimeter ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് 15 ആണ്. ഇൻ ദി സർക്കുലർ സ്കെയിൽ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ഷീറ്റ് ഇൻ ദിസ് മെഷർമെൻറ്റ്. ദി മാക്സിമം ഫ്രാക്ഷണൽ എറർ വിൽ ബി. നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഉള്ള ഫ്രാക്ഷണൽ എറർ എത്രയായിരിക്കും? ഒരു റെക്ടാങ്കുലർ ഷീറ്റ് ആണ്, അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ L/B ആണ് വരിക. ആൻഡ് വി ഓൾസോ നോ അതിൻ്റെ ഫ്രാക്ഷണൽ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ലെങ്ത്തിലുള്ള ഫ്രാക്ഷണൽ എറർ പ്ലസ്
ബ്രെഡ്ത്തിലുള്ള ഫ്രാക്ഷണൽ എററാണ്. ബ്രെഡ്ത്തിലുള്ള ഫ്രാക്ഷണൽ എററാണ്. അതിനുവേണ്ടി ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും ഒക്കെ അബ്സല്യൂട്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. പക്ഷേ ഡെൽറ്റ എല്ലും ഡെൽറ്റ ബി ആണ് ഇല്ലാത്തത്. അപ്പോൾ ഡെൽറ്റ എല്ലും ഡെൽറ്റ ബിയും എറർ സ്പെസിഫിക്കലി ഗിവൺ അല്ലാത്ത ക്വസ്റ്റ്യൻസിൽ ചെയ്ത ആളുകൾക്ക് ഓർമ്മ ഉണ്ടാകും. ആ ഒബ്ജക്റ്റിൻ്റെ ആ സ്കെയിലിൻ്റെ, അത് സ്ക്രൂ ഗേജോ വെർനിയർ എന്തോ ആവട്ടെ, അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് ആയിട്ടാണ് നമ്മൾ അവിടെ എറർ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, കാരണം എന്താണ്, ഒരാൾ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് ആ ലീസ്റ്റ് കൗണ്ട്, സ്മോളസ്റ്റ് മെഷർമെന്റ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ദ ഡിവൈസ്. അപ്പോൾ അത്രയും എറർ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒരു നോർമൽ സ്കെയിൽ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 സെന്റിമീറ്റർ മെഷർ ചെയ്യുമ്പോൾ നമ്മളത് ചിലപ്പോൾ 3.1 2.9 ഒക്കെ ആവാം അല്ലേ. അപ്പോൾ ആ ലീസ്റ്റ് കൗണ്ട് ആണ് ഇത്തരം കേസസിൽ നമ്മൾ എറർ ആയിട്ട് എടുക്കേണ്ടത്. സോ ഹിയർ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു എത്രയാണ് വരാൻ പോകുന്നത്, ലീസ്റ്റ് കൗണ്ട് ആണ്, അത് കണ്ടുപിടിക്കണം. അത് P/N ആണ്. Okay, LC of the screw gauge. So LC of the screw gauge is P/N, that is equal to 0.75/15 ആണ്. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 75/15 എന്ന് പറയുന്നത് 5 ആണ്. അവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. 0.05 മില്ലിമീറ്റർ ആണ് എന്തായിട്ട് വരിക, ലീസ്റ്റ് കൗണ്ട് ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രാക്ഷണൽ എറർ വൈൽ കാൽക്കുലേറ്റിംഗ് ദി ഏരിയയിലേക്ക് പോവാം. ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. ഡെൽറ്റ എൽ എത്രയാണ്, ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ എറർ ഇൻ കാൽക്കുലേറ്റിംഗ് ലെങ്ത് 0.05. 0.05 തന്നെയാണ് എറർ ഡിവൈഡഡ് ബൈ ലെങ്ത്തിന്റെ വാല്യൂ 5 ആണ്. പ്ലസ് 0.05 തന്നെയാണ് അടുത്തതിൻ്റെയും വരിക. ഓക്കെ, ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്തിന്റെ ഗിവൺ വാല്യൂ 2.5 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു, ആൻഡ് നമുക്ക് വേണ്ടത് ഫ്രാക്ഷണൽ എറർ ആണ് ഇൻ x/100 എന്ന ടേംസിലാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു x/100 എന്നുള്ളത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ന്യൂമറിക്കൽ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് x/100 എന്ന് കൊടുത്തിട്ടുണ്ട്. ആ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ 100നെ LHSലേക്ക് എടുത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. സോ 5/5 പ്ലസ് 5/2.5 ഈക്വൽ ടു എക്സ് എന്ന് വരും. സോ ദിസ് ഇസ് 1 + 2 റൈറ്റ് ഈക്വൽ ടു എക്സ്. സോ എക്സിന്റെ വാല്യൂ 3 ആണ്. ഫ്രാക്ഷണൽ എററിനെ x/100 എന്ന് എഴുതി കഴിഞ്ഞാൽ x = 3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടാൻ പോകുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെഷൻ 1 JEE മെയിൻ്റെ സെഷൻ 1 നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇൻക്ലൂഡിങ് സ്ക്രൂ ഗേജ് ആൻഡ് വെർനിയർ എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. നിയർലി 17 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു എൻറ്റയർ യൂണിറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. മേ ബി മാക്സിമം പോയാൽ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ നിങ്ങൾ കണ്ടു പകുതിയിലേറെ ക്വസ്റ്റ്യൻസും ഈസിയാണ്, ഡയറക്റ്റ് ആണ്. എന്നാൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ കുറച്ചൊന്ന് അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെറിയ ട്വിസ്റ്റുകളുള്ള ചോദ്യങ്ങളുണ്ട്. ഇത് നമ്മൾ ഏത് ഷിഫ്റ്റിൽ വരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് മുഴുവനായിട്ട് പഠിക്കുക എന്നുള്ളത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും അടുത്ത ചാപ്റ്റേഴ്സും നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. ചാപ്റ്റർ വൈസ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന എക്സാംസിന് ഏറ്റവും നന്നായിട്ട് റിവൈസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനും ഈ വീഡിയോസും പ്ലേലിസ്റ്റും നിങ്ങൾ യൂസ് ചെയ്യുക.